തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ മീഡിയ വണ്ണിൽ വി എസ് സുനിൽകുമാർ ആഞ്ഞടിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും കത്തുകയാണ്. എം കെ വർഗീസ് മനസ്സുകൊണ്ട് ബി.ജെ.പി ആണെന്ന് സുനിൽകുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ബി.ജെ.പിയുമായി അടുക്കുന്ന വർഗീസിനെ മേയറായി തുടരാൻ അനുവദിക്കുന്ന CPM-നെതിരെയും വി എസ് സുനിൽകുമാറിന്റെ ഒളിയമ്പുണ്ട്. കേക്കുമായി വന്ന് സുരേന്ദ്രനെ സ്വീകരിച്ചത് സാമാന്യ മര്യാദ കൊണ്ടാണ് എന്നായിരുന്നു എം കെ വർഗീസ് മറുപടി പറഞ്ഞത്. സുരേഷ് ഗോപിയെ പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ സുനിൽകുമാറിന് വേണ്ടിയും സംസാരിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം LDFന്റെ ചെലവിൽ BJPക്ക് വേണ്ടി കുറേ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മനസ്സുകൊണ്ട് അദ്ദേഹം BJPയോട് ഒപ്പം നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി. BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്ന് ഉദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയെന്നാണ് ചരിത്രം. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പോൾ എന്തും പറയാം, കാരണം പുറത്താ നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്, അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ. ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പിന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നണി ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് കോർപ്പറേഷനകത്ത് ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ നിരവധി കാര്യങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തിരിക്കുന്നത് വഞ്ചനാപരമായ നിലപാടായിരുന്നു എന്നുള്ളത് CPI വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് ബോധ്യപ്പെടേണ്ടവർക്ക് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് ചോദിക്കേണ്ടത് അവരോടാണ്. നിങ്ങൾ ആസൂത്രിതമായിട്ടാണോ വന്ന് അന്നുള്ളത്? ഞാൻ എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും സമാധാനമായി ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത്, ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്നെനിക്ക് പറയാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പോൾ അവർ വന്നു, എനിക്കൊരു കേക്ക് തന്നു, ഒരു കേക്ക് ഞാൻ ദൈവത്തിനും കൊടുത്തു. ഇതാണോ തെറ്റ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അന്നത്തെ NDA സ്ഥാനാർത്ഥിയെ എങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാമോ ആ രീതിയിൽ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ പദവി ദുരുപയോഗം ചെയ്ത ഒരാളാണ് ഈ മേയർ എന്ന് പറയുന്ന വ്യക്തി. സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു, ആൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ? എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽകുമാർ ഒരു മേയർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ട്, അത് മേയർ പറഞ്ഞില്ല. ഞാൻ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ? ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റൂ? സേഫ് സൈൻ ലാബ്ദിനുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, എങ്ങോട്ടാണ് ഈ കേക്ക് വിവാദം പോകുന്നത്? തൃശൂർ മേയർ MK വർഗീസും CPIയും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് ഇപ്പോഴല്ല. കോർപ്പറേഷന്റെ ഭരണം ആരംഭിച്ച് 3.5 വർഷത്തിന് ശേഷം MK വർഗീസ് ഒഴിഞ്ഞ് CPIക്ക് മേയർ സ്ഥാനം നൽകാമെന്ന ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ 3.5 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഒഴിയാൻ വേണ്ടി തയ്യാറായില്ല. CPM ആണെങ്കിൽ ഒരു മൗനാനുവാദം അതിന് നൽകുകയും ചെയ്തു. കാരണം ഒരു കോർപ്പറേഷന്റെ ഭരണം ഒറ്റയാളിലാണത് മുന്നിൽ നിന്ന് പോകുന്നത്. ഒരാൾ മാറിക്കഴിഞ്ഞാൽ ആ ഭരണം താഴെ വീഴും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ CPM അതിനകത്ത് MK വർഗീസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. CPIക്ക് അന്ന് മുതൽ അതൃപ്തിയുണ്ട്. ഈ അതൃപ്തി പുകഞ്ഞ് വലിയ പ്രശ്നമായി വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ്. അതിൻ്റെ കാരണം MK വർഗീസ് NDA സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ പുകഴ്ത്തി പറഞ്ഞതാണ്. അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന തരത്തിൽ പറഞ്ഞു. പിന്നീട് അദ്ദേഹം വലിയ പദ്ധതികൾ കൊണ്ടുവരും എന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പരസ്യമായി തന്നെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് താൻ MLA ആയിരുന്ന സമയത്ത്, തൃശ്ശൂരിലെ MLA മന്ത്രിയുമായിരുന്ന സമയത്ത് ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ പദ്ധതി തൃശ്ശൂർ മണ്ഡലത്തിൽ നടപ്പാക്കി. അതിനെക്കുറിച്ചൊരു വാചകം പോലും MK വർഗീസ് മിണ്ടിയില്ല. അതിനപ്പുറം ഇനി സുരേഷ് ഗോപി ജയിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാതിയായി നിന്നത്. ഈ MK വർഗീസ് പ്രത്യക്ഷമായും പരോക്ഷമായും സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണം നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വിവാദം ഉയർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂരിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മേയറിൻ്റെ വീട്ടിൽ
BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഒരു കേക്കുമായിട്ട് ചെല്ലുന്നു. അദ്ദേഹത്തെ MK വർഗീസ് സ്വീകരിക്കുന്നു. ആര് കേക്കുമായി വന്നാലും സ്വീകരിക്കുമെന്ന് പറയുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൈമാറുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഇതിനെതിരെയാണ് മീഡിയ വണ്ണിലൂടെ രൂക്ഷമായ പ്രതികരണം VS സുനിൽകുമാർ നടത്തിയത്. അദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. VS സുനിൽകുമാർ പ്രതികരിച്ചത്. അതിന് കാരണമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 കോർപ്പറേഷനുണ്ട് കേരളത്തിൽ. അതിൽ ഒരു കോർപ്പറേഷൻ്റെയും മേയറുടെ വീട്ടിലേക്ക് ഇങ്ങനെ BJPയുടെ നേതാക്കന്മാർ, സംസ്ഥാന അധ്യക്ഷൻ പോട്ടെ, ജില്ലയുടെ നേതാക്കന്മാർ പോലും എത്തി കേക്ക് വിതരണം നടത്തിയിട്ടില്ല. ഇത് വെറുതെ വഴിയിൽ കൂടെ പോയപ്പോൾ MK വർഗീസിൻ്റെ വീട്ടിൽ കയറി ഒരു കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ആ പാത നേരത്തെ വെട്ടിത്തെളിച്ചതാണ്. ആ പാത എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു. അതായത് BJP പാളയത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ മേയറായ MK വർഗീസ് എത്തിച്ചേരുന്നു എന്ന കൃത്യമായ സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ പദ്ധതിയെക്കുറിച്ച്, തൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയാതെ അദ്ദേഹത്തെ പൊഴുത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് VS സുനിൽകുമാർ. ഒരു BJP ചായ്വ് എല്ലാ കാലത്തും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ്. അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നിന്നു പോകുന്നത്. അത് അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വീഴും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചാണ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൽ പോകുന്നത്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിനോട് പോലും തനിക്ക് വിയോജിപ്പാണ് എന്ന് പരസ്യമായി തുറന്നു പറയുകയാണ് VS സുനിൽകുമാർ ചെയ്തിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിനോടകം തന്നെ MK വർഗീസിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. VS സുനിൽകുമാർ ആദ്യമായിട്ടല്ല തനിക്കെതിരെ BJP ബന്ധം ആരോപിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ് സൈഫ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വർഗീസ് BJP പാളയത്തിലേക്ക് പോകുമോ എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. സൈഫ് സൈൻ ലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ടീക്കോട് പൂർണ്ണ